Good morning, dears. So we were talking about linguistics, isn't it? So we have finished that chapter and now we are moving to a new chapter, that is phonetics and phonology. Phonology is the third module. So I'll be giving you seminars and assignments through this chapter also. So be prepared. I'll be giving you the topics for that. So before that, I'm giving you an introduction of the chapter. That chapter is the introduction. I will just phonetics and phonology. Language, as we have studied, language we already studied in the first module. Language is used for the purpose of communication. Human beings use a mode language. Language is purpose for communication. Linguistics linguistics role. Linguistics is a study of human language. Linguistics a study of human language. Linguistics. Phonetics. Phonetics is a branch of linguistics which deals a study of speech sounds or phonemes. Phonetics is already a branch of linguistics which deals with the study of speech sounds or phonemes. Speech sound or phonemes ne pattittulla padanam nadakkunnathu enda ayineyanu nammal phonetics ennu parayunnathu. Phonology. Ini endha phonology nokku, the study of speech sounds. Study of speech soundugale patti padikkunnadineyanu phonology ennu parayam. Okay, മനസ്സിലായില്ലേ? പിന്നെ morphology. The study of ordering of speech sounds into meaningful sound units. Morphemes or words. Morphology already I have morpheme. Morpheme is smallest minimal meaningful sound unit. Phoneme is meaningful smallest minimal sound unit. Meaningless. Phonemes and morphemes are different slide. Morphology is morphemes and words in a particular morphology. Clear speech sound in the ordering. Order or sequences meaningful morphology. Now we are moving to syntax. What is syntax? Linguistics syntax is the study of the way that sequences of words are ordered into phrases, clauses and sentences. Syntax is the sentence structure. മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ ഒരു കിട്ടിയ വാക്കുകളെ ഓർഡർ ചെയ്ത ഫ്രേസസ് ആക്കുന്നത്, ക്ലോസസ് ആക്കുന്നത്, പിന്നെ സെന്റൻസ് ആക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോയെന്ന് എനിക്കൊരു ഓർമ്മ. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞ ഫോണീംസ് എന്ത് ചെയ്യുന്നു? ഫോണീംസ് കമ്പൈൻ ചെയ്യും. ഫോണീംസ് എന്താ പറയുക, മിനിമലായിട്ടുള്ള സ്മോളസ്റ്റ് ആയിട്ടുള്ള സൗണ്ട് യൂണിറ്റുകളാണ്. ആ സൗണ്ട് യൂണിറ്റുകൾ ചേർന്നിട്ട് മോർഫീംസ് ആവുന്നു. മോർഫീംസ് എന്ന് പറഞ്ഞാൽ മീനിങ്ഫുൾ സൗണ്ട് യൂണിറ്റ് ആവുന്നു. ഈ മീനിങ്ഫുൾ സൗണ്ട് യൂണിറ്റ് ആയ മോർഫീംസ് ചേർന്നിട്ട് phrases ഉണ്ടാവുന്നു. വേർഡ്സ് ഉണ്ടാവുന്നു. വേർഡ്സ് കമ്പൈൻ ഫോം ഫ്രേസസ് ഉണ്ടാവുന്നു. ഫ്രേസസ് കൂട്ടിച്ചേർക്കുമ്പോൾ ക്ലോസസ് ഉണ്ടാവുന്നു. ക്ലോസസ് കമ്പൈൻ ചെയ്യുമ്പോൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള പഠനം നടക്കുന്നത് സിൻടാക്സിലാണ്. അതായത് സീക്വൻസസ് ഓഫ് വേർഡ്സിനെ എങ്ങനെയൊക്കെ ഓർഡർ ചെയ്യുന്നു, ഓർഡർ ചെയ്ത് ഫ്രേസസ് ആക്കുന്നു, ക്ലോസസ് ആക്കുന്നു, അതുപോലെ സെൻറ്റൻസസ് ആകുന്നു. അതിനെ പറ്റിയിട്ടുള്ള പഠനം നടക്കുന്നത് സിൻടാക്സ് എന്ന ലിംഗ്വിസ്റ്റിക്സിൻ്റെ ബ്രാഞ്ചിലാണ്. Next one, semantics. എന്താണ് സെമാൻറ്റിക്സ്? സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മീനിങ് ആണ്. എന്താണ് മീനിങ്? അതായത് നമ്മൾ വെറുതെ കുറേ വാക്കുകൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അതിന് ഓരോന്നിനും അർത്ഥമുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള പഠനം, സെൻറ്റൻസിൻ്റെ അർത്ഥമോ വേർഡ്സിൻ്റെ അർത്ഥമോ അല്ലെങ്കിൽ ഫ്രേസസിൻ്റെ ക്ലോസസ് അത് ഇങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സെമാൻറ്റിക്സ് എന്നുള്ള വിഭാഗത്തിലൂടെയാണ്. അപ്പോൾ സെമാൻറ്റിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് മീനിങ്. സെൻറ്റൻസിൻ്റെ മീനിങ്ങോ അല്ലെങ്കിൽ വേർഡ്സിൻ്റെ മീനിങ്ങോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നത് ഏതിലൂടെയാണ്? സെമാൻറ്റിക്സ് എന്നുള്ളതിലാണ്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ പോകുന്നത് ടോപ്പിക് എന്ന് പറയുന്നത് ഫോണറ്റിക്സ് ആണ്. ഫോണറ്റിക്സ് ഡീൽസ് വിത്ത് ദ പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്. അതായത് ഫോണറ്റിക്സിൽ വരുന്നത് എന്താണ്? ഫോണറ്റിക്സിൽ വരുന്നത് പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ. എന്തിൻ്റെ? സ്പീച്ച് സൗണ്ടുകൾ. അതായത് ഞാൻ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഞാനത് നിങ്ങൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, നിങ്ങളത് റിസീവ് ചെയ്യുന്നു, അല്ലേ? ഞാൻ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട്
ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എൻ്റെ വാക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഞാൻ അത് നിങ്ങൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ്ടാവുന്നത്, നിങ്ങളത് റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ സ്പീച്ച് സൗണ്ട് ഞാൻ പറയുന്നത് ഇത് എന്താണ്, സ്പീച്ച് സൗണ്ടുകളാണ്. ഞാൻ ഈ പറയുന്ന ഓരോ വാക്കും ഓരോ സെൻറ്റൻസും എന്തിലാണ്, സ്പീച്ച് സൗണ്ടുകൾ ഉപയോഗിച്ചാണ്. ഈ സ്പീച്ച് സൗണ്ടുകൾ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ആൻഡ് റിസീവ് ചെയ്യുന്നു. ഇതിനെ പറ്റിയിട്ടുള്ള പഠനം നടക്കുന്നത് ഫോണറ്റിക്സിലാണ്. ഇതിൻ്റെ ഡീറ്റെയിലേക്കാണ് നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്, എന്താണ് ട്രാൻസ്മിഷൻ, റിസെപ്ഷനിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഓർഗൻസ് ഓഫ് സ്പീച്ച് ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. If any doubts regarding this topic, you can contact me. Thank you.